ഹായ്, ഞാൻ അനുദീപ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ഡിസംബർ 20 വരാൻ പോവാണ് അല്ലേ? ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കായി തന്ത്രപരമായി തയ്യാറെടുക്കേണ്ടത് എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ശക്തിയും ആയുധങ്ങളും മാത്രം പോരാ, തന്ത്രപരമായി മൂവ് ചെയ്യാനും പറ്റണം. ഈ ക്ലാസ് അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ കംപ്ലീറ്റ് സിലബസ്, സ്പെഷ്യൽ ടോപ്പിക്സും മറ്റ് ജനറൽ ടോപ്പിക്സും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ സിലബസും കവർ ചെയ്യുന്ന വളരെ അഫോർഡബിൾ ഫീസിൽ ഒരു ബാച്ച് ആണ് നോക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ച് വെറും 499 രൂപ മാത്രമാണുള്ളത്. ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്ന സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മുടെ ഈ ഒരു PDF ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി രാവിലെ ഇവിടെ തരുന്ന മോക്ക് ടെസ്റ്റും നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് PSC UPSC എക്സാംസിന് ജയിക്കാനുള്ള തന്ത്രം എന്ന് പറയുന്നത് KK + AP എന്ന് പറയുന്ന സക്സസ് ഫോർമുലയാണ്. KK എന്ന് വെച്ചാൽ എന്താ? കറക്കി കുത്താൻ പറ്റണം. എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അതല്ലെങ്കിൽ കുറേ സമയം എടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങൾ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതിനോടൊപ്പം സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകളും നമ്മൾ ആഴത്തിൽ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈ പറയുന്ന എക്സസൈസ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. എക്സാം ഹോളിൽ നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ്. ഓരോ സെക്കൻഡ് നമ്മൾ സേവ് ചെയ്യണം. പ്രത്യേകിച്ച് GK ചോദ്യങ്ങളിൽ ആ സേവ് ചെയ്യുന്ന സമ്പാദിക്കുന്ന സമയം വേണം നമ്മൾ മാത്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ. കാരണം മാത്തമാറ്റിക്സ് നമുക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളും എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് സമയം സേവ് ചെയ്യാൻ പറ്റുക, അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ പോലും എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഈ ചോദ്യം സ്കാൻ ചെയ്ത് നോക്കിയേ. ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കോജനുകൾ, ഹാലോജനുകൾ, ഇത് ഏത് ഗ്രൂപ്പിനെ പറ്റിയാ? ജനുകൾ എന്ന് പറഞ്ഞല്ലേ, ഹാലോജൻസ് അല്ലെങ്കിൽ അതുപോലെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നതെന്നറിയാം. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് ഇവിടെ ഗ്രൂപ്പിനെ പറ്റി പറയുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ. അതായത് ഇത് രണ്ടും ലോഹസങ്കരമാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കണ്ടോ, സങ്കരം സങ്കരം, ഈ 2 അല്ലെങ്കിൽ 4 എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അപ്പോ ബേസിക് കോമൺ സെൻസ് ആലോചിച്ച് നോക്കിയേ. A അല്ലെങ്കിൽ B എന്ന് പറയുന്നത് യെസ് 2 അല്ലെങ്കിൽ 4 വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 4 ഓപ്ഷൻസിനകത്ത് അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. C മാത്രമല്ലേ, 2, 4. കൊണ്ട് ഇവിടെ A അല്ലെങ്കിൽ B, ഇവിടെ 2 അല്ലെങ്കിൽ 4 മാത്രമേ വരുള്ളൂ. A ഒന്നുകിൽ 2 ആവാം, 4 ആവാം. B ഒന്നുകിൽ 2 ആവാം, 4 ആവാം. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷൻ C മാത്രമാണ്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എക്സാം ഹോളിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. സിവിൽ സർവീസസ് പരീക്ഷയിൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ് UPSC-യിൽ. ആ പാറ്റേണിൽ പൊക്കോണ്ടിരിക്കുന്ന PSC പരീക്ഷയിൽ നിങ്ങൾക്ക് ഇതേ തന്ത്രം ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇത് ഉപയോഗിക്കും. അവർ റാങ്ക് അടിക്കുകയും ചെയ്യും. സോ പഴയ PSC പാറ്റേണിൽ പഠിക്കാതെ പുതിയ രീതിയിലുള്ള PSC പാറ്റേണിലേക്ക് നിങ്ങൾ വരണം. അപ്പൊ അതാണ് ഇവിടെ പറയാനുള്ളത്. C ആണ് ഇതിൽ ഉത്തരവായിട്ട് വരുന്നത് അല്ലെ? യെസ്. നമുക്ക് വേറൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ. നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താൻ മാത്രമല്ല, ചില ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ നമ്മൾ സമയം എടുത്തെത്തുന്നതിൽ കാര്യമില്ല. പെട്ടെന്ന് 2-3 സെക്കൻഡ് ഉത്തരത്തിലേക്ക് എത്തണം. അങ്ങനെ എത്താനേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് വലിയ ചോദ്യങ്ങളാണ് ഈ 2 എണ്ണം അല്ലെ? ഒരു കാര്യം നമുക്കറിയാം, വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തി, പോർച്ചുഗീസ്, ഫ്രഞ്ച് അല്ലെ? ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് എന്താണ്? വാസ്കോഡ ഗാമയുടെ ആഗമനം തന്നെയാണ്. അപ്പോൾ ഈ എൻറ്റയർ യൂറോപ്യൻ കാര്യം പറ്റി പറയുമ്പോൾ ഇവിടെ അവരുടെ വർഷങ്ങളും കൊടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം സംഭവിച്ചത് ഏതായിരിക്കണം? അതായത് ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് 1498 ആണ്. അപ്പൊ 1498 ആവാനല്ലേ മാർഗമുള്ളൂ, വേറെ ഒന്നും ആവാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല അത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 1498 എന്നുള്ളത് വളരെ അല്ലെങ്കിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1498 വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അത് മതി. ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായിട്ട് ഉത്തരം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് തപ്പിപ്പോണ്ട, ഓപ്ഷൻസിലേക്ക് വേണം പോകാം. പിന്നെ നിങ്ങൾ പോകേണ്ടത് ഓപ്ഷൻസിലേക്കാണ്, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല. അപ്പൊ A3 എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, B. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? A വായിക്കും, മാച്ച് ചെയ്യും. B വായിക്കും, മാച്ച് ചെയ്യും. C വായിക്കും. അതിന്റെ ആവശ്യം എന്താണ്? A മാച്ച് ആയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് സമയമാണ് ലാഭിക്കേണ്ടത്.
കുറേ സമയം എടുത്തല്ല, വെറും 3 സെക്കൻഡിലുള്ള ഒരു ഉത്തരത്തിലേക്കെത്താൻ നിങ്ങൾക്ക് പറ്റണം. ഇവിടെ സേവ് ചെയ്യുന്ന സമയമാണ് നമ്മൾ മാത്തമാറ്റിക്സിലെ റീസണിങ് ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ചോദ്യം നോക്കിയേ, മറ്റൊരു വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ എക്സാം ഹോളിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം അല്ലെ എസ്കേപ്പ് വെലോസിറ്റി, അത് വസ്തുവിന്റെ ദ്രവ്യവുമായി മാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം. ഇപ്പം ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൽ നിന്ന് ആ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു വസ്തു എത്ര സ്പീഡിൽ സഞ്ചരിക്കണം, അതാണ് പാലായന പ്രവേഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എല്ലാവർക്കും അറിയാം. എന്റെ പാലായന പ്രവേഗവും നിങ്ങളുടെ പാലായന പ്രവേഗവും എന്റെ ഇരിക്കുന്ന പേനയുടെ പ്രവേഗവും എല്ലാം 11.2 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. വിച്ച് മീൻസ് ഇതിന് ഓരോന്നിനും ഓരോ മാസം അല്ലേ, ഓരോ ദ്രവ്യത്തിനും ഓരോ പിണ്ഡം അല്ലേ. അപ്പോൾ അത് ഈ ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ മാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മാറ്ററുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണോ അത്? എല്ലാവർക്കും ഒരേ വാല്യൂ തന്നെയാണ് വരിക. അപ്പൊ ദ്രവ്യവുമായി അതിനൊരു ബന്ധമില്ല, മാറ്ററുടെ ഒരു ബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കും. ഒരു സിംഗിൾ ആറ്റത്തിന്റെ ആണെങ്കിലും മോളിക്യൂളിന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും പാലായന പ്രവേഗം ഒന്ന് തന്നെയാണ്, മാറ്ററുമായി അതിന് ബന്ധമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അനലിറ്റിക്കൽ ചിന്തി ഉത്തരത്തിലേക്ക് എത്തണം. നിങ്ങൾ മനസ്സിലാക്കുക, അറിവാണ് ആയുധം. സോ ആഴത്തിൽ പഠിക്കാതെ കറക്കി കുത്താൻ മാത്രം എഴുന്നൊരു കാര്യമില്ല. നമുക്കറിയാം വളരെ കുറച്ച് സമയം നമ്മൾ മുമ്പിലുള്ളൂ, പക്ഷെ പഠിച്ചാൽ തീരാവുന്ന പോർഷൻ ഇതിനകത്തുള്ളൂ. കാര്യം ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. കൺസർവേഷൻ, എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, അതൊക്കെയാണ് വരുന്നത്. നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സയൻസും പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതാണ് ഈ ടൈപ്പ് ചോദ്യം നമുക്ക് നോക്കാം അല്ലെ. PHനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. മറ്റൊരു ചോദ്യം ഇതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസറിലേക്ക് ഞാൻ പോകുന്നില്ല, കാര്യം ഇത് ആഴത്തിലുള്ള പഠനത്തിന് ശേഷം ആൻസർ ചെയ്യേണ്ടതാണ്. വെറുതെ കറക്കി കുത്താൻ മാത്രം എക്സാം ഹോളിലേക്ക് പോകരുത്. അങ്ങനെ കറക്കി കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, റാങ്ക് കിട്ടത്തില്ല. പക്ഷേ നമുക്ക് മറ്റുള്ളവരെക്കാളും മുന്നിൽ എത്താൻ വേണ്ട ഒരു എക്സ്ട്രാ 1 മാർക്ക് 2 മാർക്കിന് 10-15 മാർക്ക് ആയിരിക്കും നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക്സ് വഴി കിട്ടുക. അതല്ലാത്ത പക്ഷം നമ്മൾ ഓരോ ടോപ്പിക്സും വളരെ ആഴത്തിൽ തന്നെ പഠിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ 10th + 2 പരീക്ഷയുടെ പ്ലേലിസ്റ്റ് കണ്ടാൽ മതി. വളരെ ആഴത്തിൽ തന്നെയാണ് പല ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ സ്ട്രാറ്റജിക് ആയി പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വളരെ അഫോർഡബിൾ ആയ ഫീസ് സ്ട്രക്ചർ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ഡിഗ്രി ലെവൽ ഉണ്ട്, അതുപോലെ 10th + 2 ലെവലിലെ ബാച്ചുകളുണ്ട്. നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ചസും ഉണ്ട്. ഫീസ് മാത്രമേ കുറവുള്ളൂ, ക്ലാസ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്.